സിജു നീ വീട്ടിലുണ്ടാ? ഞാൻ അർജന്റ് അല്ലാന്ന് അങ്ങനെയാണ് വീട്ടിലുണ്ട്. എന്നാ പറ. ഒന്നുമില്ലടാ, നീ എനക്കൊരു ചക്ക പറിച്ചു തരുവോ? ചക്ക പറിച്ചതാണ് ആ ഇപ്പൊ സന്ധിക്കോ? അത് അത്ര സന്ധ്യ ഒന്നും ആയില്ലല്ലോ. ഇപ്പൊ അത്ര അർജന്റിന് എനിക്ക് ഒരു ആവശ്യമുണ്ട്, നീ പറിച്ചു തരുവാ? 2 പറിച്ചോ, ഒന്ന് നീ എടുത്തോ. വേണ്ട. അല്ല, നല്ല ഏരത്തിലുണ്ടാവും. ഇല്ലടാ, കുറച്ച് ഏക്കരേ ഉള്ളൂ. കുറച്ചേരുള്ളൂ. ആ ഞാൻ കുലിക്കുകയും ചെയ്തു. നമുക്ക് നാളെ ആക്കിയാലോ? എടാ, നാളെ കേറണ്ടേ? പറ്റൂല, അതുകൊണ്ടല്ലേ എനിക്ക് ഇന്ന് തന്നെ കിട്ടണോ. ഇത്ര പൂതി വന്നു ചക്കക്ക്. ചക്കക്ക് അനക്ക് പൂതിയായിട്ടൊന്നുമല്ല. ഉം. അത് ഉണ്ണിയാട്ടന്റെ ചങ്ങായില്ലേ, നാളെ ഗൾഫിൽ പോകുന്നുണ്ട്. അതെയോ? അപ്പൊ ഉണ്ണിയാട്ടൻ പറഞ്ഞു, പിന്നെ നീ എന്തെങ്കിലും ചക്കേനെ കൊണ്ടുണ്ടാക്കിയിട്ട് അയച്ചു തരണേന്ന് പറഞ്ഞു, കൊടുത്തയക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് ചിപ്സ് എല്ലാം ആക്കിയിട്ട്. ചക്കാന്റെ ചിപ്സാ? ആ അല്ല, ഇപ്പൊ നോക്കിയാലല്ലേ മറ്റന്നാളത്തേക്ക് ആവുള്ളൂ. അല്ല, ഇപ്പം ചക്ക പറിക്കാല് ചക്ക പറിച്ചാലോ? പക്ഷെ താഴത്തെ ചക്ക പറിക്കാൻ പോകുവോ? താഴത്തെ ചക്കയാ? അതേതാ ചക്ക? താഴത്തുള്ള ചക്ക പറിക്കാൻ പോകുവോ? അങ്ങനെ ഒരു ചക്കയുണ്ടാ? ഇല്ലേ? എനക്ക് മനസ്സിലായി കേട്ടാ, നീ ഉദ്ദേശിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും ഇപ്പം തൊടാനൊന്നും വേണ്ട. നീ ഇപ്പൊ ഈ ചക്ക പറിച്ചു എനിക്ക്. ചക്ക ഞാൻ പറിച്ചു തരാം. എന്റെ കൊറേ കാലമായിട്ടത് പൂതി ചെയ്തു. എനിക്ക് എന്റെ താഴത്തെ ചക്ക ഒന്ന് തുറന്നു. അതിപ്പോ നീ തൊടാൻ നിൽക്കണ്ട, നീ ഈ ചക്ക പറിച്ച എന്നാ നീയും കൂടി സഹായിച്ചാൽ എനിക്ക് വേഗം ആവും. എന്നോട് അത് ശരി, എല്ലാം നമ്മൾ വേണം, സഹായിക്കണം, എല്ലാം വേണം. ആ ഒന്ന് നമ്മളോടൊരു മനസ്സ് കാണിക്കും, അതുമില്ല. അതല്ല, നീ ഇപ്പം വന്നാല് ചക്ക പറിക്കാൻ പറ്റും. കുറച്ചും കൂടി ഇരുടായാലും പറ്റും. അതിനാണ് വരുവാ. പറഞ്ഞില്ലേ, ഞാൻ കുളിച്ചോണ്ടാന്ന് പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞാൽ കൂടി സാധിപ്പിച്ചു തരുമെങ്കിൽ ഞാൻ തരുന്നത്. കുളിയൊന്നും പ്രശ്നമുണ്ട്. അതാടെ കിട്ട്. നീ ഇപ്പം പറഞ്ഞത് ചക്ക പറിച്ചാടാ. നിങ്ങളെ വില എനിക്കറിയാം. അങ്ങ് നേരെ കയറണ്ടേ? നിങ്ങളിപ്പം പറയും താഴെയാന്ന്. ഏണിയുണ്ടാടാ? ഇവിടെ അനക്കത്തുമ്പോ ഞാൻ പറിക്കൂലേ, കുറച്ച് മേലെയാണ്, കുറച്ച്. ഏണി വെച്ചാല് കുറച്ച് കേറിയിട്ട് കയ്യിനെ കൊണ്ട് പറിക്കാം. അതിന്റെ കുരിപ്പ് ഞാൻ ചോദിച്ച ഏണിയാടി ഉണ്ടോന്ന്. ആ ഏണിയെല്ലാം ഉണ്ട്, നീ വന്നാ മതി. അതാ ചോദിച്ച, ചേച്ചിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഏണി ഉണ്ടോന്നാ ചോദിച്ചേ. ആ ഏണിയെല്ലാം ഉണ്ട്. ഞാൻ ചക്ക പറിച്ചു തരാം. പിന്നെന്താ വേണ്ടേ? അല്ല, ഒന്ന് സഹായിച്ചു തരണേ. ഇത് സഹായിക്കുമ്പോല്ലേ? സഹായിക്കുമ്പോൾ ഞാൻ അവിടെ വരാൻ നേരം പോവേ. അത് നിങ്ങളെ അമ്മയില്ലാടാ, മറ്റേ കുട്ടി, അത് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കടാ. രാത്രിയാകുമ്പോ കണ്ണൊന്നും കാണൂലടാ. ഞാൻ സഹായിച്ചു തരാം. നേരം പറക്കുമല്ലോ വേണ്ടേ? അത് വേറെന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യണോ? അതിനല്ലേ നിന്റെ സഹായോ. ഞാൻ സഹായിച്ചു തരാം, പക്ഷെ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? എന്ത് സഹായാന്ന് എനിക്ക് നീ ഉദ്ദേശിക്കുന്ന സഹായം? ഞാൻ എത്രയായി നിങ്ങളോട് ചോദിക്കുന്നു? ഒറ്റ ഒരു കളി. നീ ഇപ്പൊ നീ ഇങ്ങ് ചക്ക പറിച്ച, എന്നിട്ട് ഞാൻ പറയാം. ചക്ക പറിച്ച ഇപ്പൊ ചക്ക പറിക്കേണ്ടിട്ടല്ല. അന്ന് നിങ്ങൾ തേങ്ങ പറിക്കാൻ വിളിച്ചായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞു തേങ്ങ പറിച്ചപ്പോൾ നീ തേങ്ങ എടുത്തിട്ട് പോകുന്നു. ചക്ക അയക്കാൻ വേണ്ടി. ചക്ക വീട്ടിലിഷ്ടം പോയിട്ടുണ്ട്. ചക്ക കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ വന്നാല് നോക്കിട്ട് പറയാം. എനക്ക് മുറിച്ച് സഹായിച്ചേ അല്ലോ. അതെല്ലാം സഹായിച്ചു തരും. അത് നിങ്ങളത് താഴത്തുള്ള ചക്കേനെ കാണി മണ്ണുള്ളില്ലേ, അത് എനക്കിങ്ങനെ എന്റെ കൈമേൽ വെച്ചിരുന്നു. അതെന്റെ കൈമേൽ വെച്ചിരുന്നു. എന്നാൽ ഞാൻ വന്നിട്ട് ചക്കയും മറിച്ചേറെ സഹായിച്ചു. ഇവനെന്തെന്നാ പറയുന്നേ?
ഓ, ഞാനെന്നാ പറയുന്നത് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊടിയൊന്നുമില്ല. നിങ്ങളെ ഇത് അവർ പോയിട്ട് കാലത്രയായി കുറെ ആയില്ലേ? ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? കൊറേ ആയി. ഇതിനെ പറ്റിയൊന്നും അല്ല വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വേറെ എന്ത് പരിപാടി? എന്തെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ നിൽക്കുക. ഞാൻ ഇത്ര നല്ല ചോരത്തിളപ്പുള്ള ഒരാൾ ഞാൻ ഇതിന്റെ അടുത്തുണ്ടായിട്ട് തേങ്ങ പറിക്കാനും ചക്ക പറിക്കാനും മാത്രം വിളിക്കും. ആവശ്യമുള്ളതുകൊണ്ടല്ലേ എന്നെ വിളിക്കുന്നേ. ഇതും ആവശ്യമല്ലേ? ഇത് പിന്നെ അങ്ങനെ അങ്ങ് തരാൻ പറ്റുന്ന സാധന? ഓ, ഇല്ല, തരാൻ പറ്റൂ. നിങ്ങൾ വിചാരിച്ച തരുന്നു. ചക്കയും മാങ്ങയും പോലത്തെ സാധനമല്ലല്ലോ. മാങ്ങിയുമ്പോഴത്തെ ഞാൻ പണ്ടേ ആലോചിക്കണ്ടേ? ചക്കി മാങ്ങിയുമ്പോഴത്തെ ഞാൻ പണ്ടേ പറിച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. അല്ല, ആലോചിക്കണ്ടേ ഒന്ന്. എന്തെന്ന് ആലോചിക്കാം? നിങ്ങളെപ്പോലത്തെ കൂടുതൽ സഹായിച്ചാലേ നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റൂ. അതെ, മനസ്സിലായി. അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊരു സഹായം തരണ്ടേ? ഇത് ചക്ക പറിച്ച് ചെയ്താൻ പറഞ്ഞിട്ട് ഇതെന്തെന്താ ഇവൻ പറയുന്നു? അങ്ങനെ തനിയതായി ഇറങ്ങി വരുന്നില്ല വേണ്ടല്ലോ. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ മേലെ ഇത് പറിക്കണം. എന്നിട്ട് വേണ്ട നിങ്ങളെ അത് ഗൾഫിലുള്ള കെട്ടുകൾ തിന്നാൻ കൊടുക്കണ്ടെങ്കിൽ നിന്റെ ജീവൻ പണയപ്പെടുത്തൊന്നും വേണ്ട. കൈകൊണ്ട് പറിക്കാനേ ഉള്ളൂ. നീമ കയറണ്ടേ? നീമ കയറിയിട്ട് കൈയോണ്ട് നോക്കൂല. എനിക്കറിയാം കുറച്ചും കൂടി മേലോട്ട് കയറണം. ഞാൻ കണ്ടു. അല്ല, ഏണി ഞാൻ പിടിച്ചു തരും. ഏണി പിടിച്ചു തന്നിട്ടെന്നാ വേണ്ടേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കയറിക്കും, ഏണി ഞാൻ പിടിച്ചോളൂ. ഒന്ന് എനിക്ക് താഴെ മേലോട്ട് നോക്കാലോ. ഇനി അത് നീ ഉദ്ദേശിച്ചത് നല്ല ഇതുള്ളിൽ ഇട്ടിട്ട് വന്നാൽ മതി കേട്ടോ. അതിന്റെ ഏണിമൊക്കെ ഞാൻ ഏണി പിടിക്കണല്ലോ താഴ്ന്നു. ഓ, ഞാനൊന്നും വിടാണ്ട് വേണ്ട പരിപാടിയാണ്. പിന്നെ പറ, അനക്കൊരു ഉറപ്പ് വന്നാൽ ഞാൻ വീട് ഇത് ഇരുടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയല്ലേ ഞാനും പറയുന്നു, ഇരുടായി. നീ വന്നിട്ട് ചക്ക പറിച്ചാന്ന്. ചക്ക പറിച്ചു തന്നാൽ എനിക്ക് എനക്ക് ചക്ക എന്റെ കൈമേൽ വെച്ച് തരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ചു നേരം ഇങ്ങനെ പിടിച്ച് കളിക്കാൻ. നീ ഉദ്ദേശിക്കുന്നത് അത് തന്നെ മനസ്സിലായല്ലോ. ചേച്ചിന്റെ മുമ്പിലെ 2 ചക്കയില്ലേ, ആ ചക്ക എടുത്ത് എന്റെ മുമ്പിൽ എന്റെ കൈമ തന്നു കഴിഞ്ഞാൽ ഞാൻ ചക്ക പിലാവെന്ന് പറിച്ചു തരും. അതല്ലാതെ ഞാൻ പറഞ്ഞേ, നീ വന്നിട്ട് എനിക്ക് കുറച്ച് ആലോചിക്കണമെന്ന്. ആലോചിക്കണം. ഇപ്പൊ ആലോചിക്കും. അതിന് മെച്ചപ്പെട്ട സമയം വേണ്ടേ? പിന്നെ ഞാൻ വന്നിട്ട് സഹായിച്ചു തരും. എന്നിട്ട് സഹായിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊപ്പം ഒരു കളിയും കളിച്ച് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം. ഞാനല്ലാടെയല്ല, ഞാൻ എന്റെ വീട്ടിൽ വരും, നിങ്ങളാടെ ഉറങ്ങും. എന്നിട്ട് വേണ്ടിക്ക് നാളെയും വന്നിട്ട് സഹായിച്ചു തരാം. നാളെ എന്തിനാ? പണി ബാക്കിയൊന്നും ഉണ്ടാവില്ല. നീ ഇന്ന് തീർത്തിട്ടേ പോകാവൂ അല്ലേ? കഴിയണം, വിടണം. അത് നമുക്ക് നോക്കാം. നീ നോക്കാന്നാ പറയുന്നത്? നീ വാന്ന് പറഞ്ഞാൽ ഞാൻ വരാം. എന്നാ പറയാ? ആന്ന് പറഞ്ഞാൽ ഞാൻ വരും. എന്നാ നീ വാ. പറ്റിച്ചു ഞാൻ എല്ലാവരോടും പറയും കേട്ടോ. എന്നെ പറ്റിക്കുന്നു എനിക്ക് പറയാൻ പറ്റൂലല്ലോ. നീ വാ. ഞാൻ തന്നില്ലേ, ഉറപ്പ് തന്നില്ലേ? എന്നാ പിന്നെ ഫോൺ വെച്ചോളി, ഏണി എടുത്തിട്ട് അവിടെ വെച്ചോ. വേഗം വരണേ. ഇതാ വിട്ട്.